നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് അതത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നടന്നു. ഷൊർണൂർ നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 35 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രൗഢഗംഭീരമായ സദസ്സിനെ സാക്ഷി നിർത്തി പാലക്കാട് നഗരസഭ സത്യപ്രതിജ്ഞ. ചിറ്റൂർ തത്തമംഗലത്തെ ആദ്യ ചെയർമാനും മുൻ MLAയുമായ K. അച്യുതന്റെ അനുഗ്രഹം വാങ്ങി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത്, ഒറ്റപ്പാലം നഗരസഭ, വാണിയംകുളം, അനങ്ങനടി, ലക്കിടി, പേരൂർ, അമ്പലപ്പാറ, മുള്ളൂർക്കര, ഓങ്ങല്ലൂർ, പുത്തന്നൂർ പഞ്ചായത്തുകളിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വൻ ജനാവലി. പാലക്കാട് വാളയാറിൽ അതിഥി തൊഴിലാളിയുടെ ആൾക്കൂട്ട കൊലപാതകത്തിൽ പ്രതിഷേധിച്ച ഒറ്റപ്പാലത്തെ SDPIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം. കൊലപാതകികൾ RSS പ്രവർത്തകരും RSSുമായി ബന്ധമുള്ളവരെന്നും നേതാക്കൾ. ഉത്തരേന്ത്യൻ മോഡൽ ആൾക്കൂട്ട കൊലകൾ കേരളത്തിലേക്കും വരുന്നത് അത്യന്തം അപകടകരമാണെന്നും കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും നേതാക്കൾ. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഷൊർണൂർ യൂണിറ്റ് കൺവെൻഷൻ കുളപ്പുള്ളിയിൽ ചേർന്നു. ഷൊർണൂർ മുനിസിപ്പൽ പരിധിയിലെ മുഴുവൻ റോഡുകളും സഞ്ചാരയോഗ്യമാക്കണമെന്ന് കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഗ്യാസ് സബ്സിഡി പുനഃസ്ഥാപിക്കണമെന്നും കുതിച്ചുവരുന്ന വിലക്കയറ്റം നിയന്ത്രിക്കണമെന്നും ആവശ്യം. വടക്കാഞ്ചേരി നഗരത്തെ ആവേശഭരിതമാക്കി നദാലെ ഫെസ്റ്റ്. ഫെസ്റ്റിൽ അണിനിരന്നത് 200-ലേറെ പാപ്പാമാർ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് അതത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നടന്നു. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത്, നഗരസഭകൾ, കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഷൊർണൂർ നഗരസഭയിലെ 35 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. ഇനി 26-ന് അധ്യക്ഷ, ഉപാധ്യക്ഷൻ തിരഞ്ഞെടുപ്പും നടക്കും. 2025 മുതൽ 30 വരെ ഷൊർണൂർ നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 35 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഞായറാഴ്ച ഷൊർണൂർ KVR ഹൈസ്കൂളിലെ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് നടന്നത്. രാവിലെ 10-ന് റിട്ടേണിംഗ് ഓഫീസർ സിജു തോമസിൻ്റെ സാന്നിധ്യത്തിൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ആദ്യം മുതിർന്ന അംഗമായ സൗത്ത് മുണ്ടായ 22-ാം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട K. നാരായണൻ സത്യപ്രതിജ്ഞ ചെയ്തു. നാരായണൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തുടർന്ന് മുതിർന്ന അംഗം K. നാരായണൻ്റെ സാന്നിധ്യത്തിൽ മറ്റ് 34 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. നഗരസഭാ സെക്രട്ടറി PS. രാജേഷ്, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞ ഉടൻ തന്നെ കൗൺസിൽ ഹാളിൽ എല്ലാ അംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ആദ്യ യോഗവും ചേർന്നു. പരസ്പരം അംഗങ്ങൾ പരിചയപ്പെടുകയും ചെയ്തു. ഈ യോഗത്തിൽ സെക്രട്ടറി PS. രാജേഷ് അധ്യക്ഷ, ഉപാധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ഇലക്ഷൻ കമ്മീഷൻ്റെ അറിയിപ്പ് വായിച്ചു നൽകി. ഇനി 26-ന് രാവിലെ 10:30-ന് അധ്യക്ഷ സ്ഥാനത്തേക്കും ഉച്ചയ്ക്ക് 2:30-ന് ഉപാധ്യക്ഷൻ സ്ഥാനത്തേക്കുമുള്ള തെരഞ്ഞെടുപ്പ് നടക്കും. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. പ്രൗഢഗംഭീരമായ സദസ്സിനെ സാക്ഷിയാക്കിയായിരുന്നു പാലക്കാട് നഗരസഭയിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ്. സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുൻ കൗൺസിലർമാരും എത്തിയിരുന്നു. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 53 അംഗ കൗൺസിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വരണാധികാരി കൂടിയായ RTO കിരൺ മുതിർന്ന അംഗം ലീലാധരന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 3-ാം വട്ടവും BJPക്ക് ഭരണസാധ്യതയുള്ള പാലക്കാട് നഗരസഭയിലെ സത്യപ്രതിജ്ഞ ചടങ്ങ് വീക്ഷിക്കാൻ മുൻ കൗൺസിലർമാരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും എത്തിയിരുന്നു. മുതിർന്ന അംഗം ലീലാധരൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വാർഡ് ക്രമത്തിലാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത്. 53 അംഗ സഭയിൽ 25 സീറ്റ് നേടി BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും ഭരിക്കാനുള്ള കേവല ഭൂരിപക്ഷമില്ലാത്തതിനാൽ ചെയർമാൻ, വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പുകൾ കീറാമുട്ടിയാകും. 18 സീറ്റുള്ള UDFും 9 സീറ്റുള്ള LDFും ഒരുമിച്ചാൽ ഭരണം നടത്താൻ കഴിയുമെങ്കിലും സർക്കാരിനെതിരെ നിരന്തരം സമരത്തിലെത്തുന്നതും നഗരസഭയിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും UDF LDF സഹകരണം അസാധ്യമാക്കി. കോൺഗ്രസ് വിമതനായി വിജയിച്ച വ്യക്തിയെ മുൻനിർത്തി BJP ഭരണം ഇല്ലാതാക്കാനുള്ള ചർച്ചകൾ സജീവമാണെങ്കിലും വിജയം കാണുക പ്രയാസമാണ്. കേവല ഭൂരിപക്ഷമില്ലാതെയുള്ള ഭരണം BJPക്കും സുഗമമാവില്ല. ടൗൺ ഹാൾ അനക്സിൽ നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം ആദ്യത്തെ കൗൺസിൽ യോഗവും ഇന്ന് ചേർന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലെ ആദ്യത്തെ ചെയർമാനും മുൻ MLAയുമായ K. അച്യുതൻ്റെ അനുഗ്രഹം വാങ്ങിയാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത്.
30 സഭയിൽ UDF 19, LDF 13 എന്നിങ്ങനെയാണ് കക്ഷിനില. വിദ്യാഭ്യാസ ഉപഡയറക്ടർ സലീന മുതിർന്ന അംഗം 13-ാം വാർഡിൽ നിന്നും വിജയിച്ച ബാബുവിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പിന്നീട് നമ്പർ ക്രമത്തിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചിറ്റൂർ തത്തമംഗലം നഗരസഭ രൂപീകരിച്ചതു മുതൽ ഭരണത്തിലിരുന്ന UDFന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഭരണം നഷ്ടപ്പെട്ടിരുന്നു. 19 സീറ്റോടെ ഇക്കുറി UDF ഭരണം തിരിച്ചുപിടിച്ചു. 24-ാം വാർഡിൽ നിന്നും വിജയിച്ച AD സുമേഷ് അച്യുതനെയാണ് ചെയർമാൻ സ്ഥാനത്തേക്ക് UDF പരിഗണിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം UDFന് ഭരണം നഷ്ടപ്പെട്ട ചിറ്റൂർ തത്തമംഗലം നഗരസഭ തിരിച്ചുപിടിച്ചതും അച്യുതനെ സാക്ഷിയാക്കി സത്യപ്രതിജ്ഞ ചെയ്തതും സുമേഷിൻ്റെ രാഷ്ട്രീയ പ്രതികാരം കൂടിയായി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓങ്ങല്ലൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട 24 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. റിട്ടേണിംഗ് ഓഫീസർ കൃഷ്ണകുമാറിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. 27-ന് അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പും നടക്കും. 2025 മുതൽ 2030 വരേക്കുള്ള ഓങ്ങല്ലൂർ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് രാവിലെ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നു. റിട്ടേണിംഗ് ഓഫീസർ കൃഷ്ണകുമാർ സത്യവാചകം ചൊല്ലിക്കൊടുത്ത് ആദ്യം മുതിർന്ന അംഗമായ MP വിജയകുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. തുടർന്ന് മുതിർന്ന അംഗമായ MP വിജയകുമാർ സത്യവാചകം ചൊല്ലി നൽകി. മറ്റു 23 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ഇനി 27-ാം തീയതി രാവിലെ 10:30-ന് അധ്യക്ഷ സ്ഥാനത്തേക്കും ഉച്ചയ്ക്ക് 2:30-ന് ഉപാധ്യക്ഷ സ്ഥാനത്തേക്കും തെരഞ്ഞെടുപ്പ് നടക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിൽ 17 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. വാണിയംകുളം പഞ്ചായത്തിലെ 20 അംഗങ്ങളോട് അനങ്ങടി ഗ്രാമപഞ്ചായത്തിലെ 17 അംഗങ്ങളും അമ്പലപ്പാറ പഞ്ചായത്തിലെ 23 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിൽ 17 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന അംഗം V മുരളീധരൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വാണിയംകുളം പഞ്ചായത്തിൽ 20 അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന അംഗം ശശീന്ദ്രൻ സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. അരങ്ങടി പഞ്ചായത്തിൽ 17 അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ K നബീസ സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. അമ്പലപ്പാറ പഞ്ചായത്തിൽ 23 അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന അംഗം K രാധാകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ലക്കിടി പേരൂർ പഞ്ചായത്തിൽ 21 അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന അംഗം M രാമകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലം നഗരസഭയിലെ 39 അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. ഒറ്റപ്പാലം ഗോപികാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന അംഗം പ്രേമാവതി സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മണ്ണൂർ, മങ്കര, കേരളശ്ശേരി, ലക്കിടി പേരൂർ പഞ്ചായത്തുകളിലേക്കുള്ള അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഞായറാഴ്ച നടന്നു. നിരവധി ആളുകൾ പങ്കെടുത്തു. മങ്കര, മണ്ണൂർ, കേരളശ്ശേരി, ലക്കിടി പേരൂർ എന്നീ പഞ്ചായത്തുകളിലേക്കുള്ള വിജയികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നു. മുതിർന്ന വരണാധികാരികൾ മുതിർന്ന അംഗത്തെ കണ്ടെത്തി അവർക്കാണ് ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത്. തുടർന്ന് അവർ മറ്റുള്ളവർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലി നൽകി. കേരളശ്ശേരി പഞ്ചായത്തിൽ 5-ാം വാർഡിൽ നിന്നും വിജയിച്ച മുതിർന്ന അംഗമായ കോമളത്തിനാണ് വരണാധികാരി രാജാ മാർട്ടിൻ ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത്. കോമളം പിന്നീട് മറ്റംഗങ്ങൾക്കും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മങ്കര പഞ്ചായത്തിൽ 13-ാം വാർഡിലെ മുതിർന്ന അംഗം ആസ്യയ്ക്കാണ് വരണാധികാരി കൂടിയായ അഹമ്മദ് നിസാർ ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത്. തുടർന്ന് ആസ്യ മറ്റ് 14 അംഗങ്ങൾക്കും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ വരണാധികാരിയായ മധുസൂദനൻ 6-ാം വാർഡ് അംഗം TR ശശിക്കാണ് ആദ്യ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത്. തുടർന്ന് ശശി മറ്റു 14 പേർക്കും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലക്കിടി പേരൂർ പഞ്ചായത്തിൽ വരണാധികാരി ശരത് 17-ാം വാർഡിലെ വിജയിച്ച മുതിർന്ന അംഗം M രാമകൃഷ്ണന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് രാമകൃഷ്ണൻ 20 അംഗങ്ങൾക്കും പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മുള്ളൂർക്കര പഞ്ചായത്തിലും സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. 100 കണക്കിന് ആളുകൾ ചടങ്ങിൽ സാക്ഷികളായിരുന്നു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് കോമ്പൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ നടന്നു. മുതിർന്ന അംഗവും UDF നേതാവുമായ NS വർഗീസിൻ്റെ ആദ്യ സത്യവാചകം വരണാധികാരി താലൂക്ക് സപ്ലൈ ഓഫീസർ ഗീത ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ബാക്കിയുള്ള 15 സ്ഥാനാർത്ഥികളുടെ സത്യവാചകം NS വർഗീസ് ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MH അബ്ദുൾ സലാമിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുമ്പോൾ ഓരോ സ്ഥാനാർത്ഥികളുടെയും പേരുകൾ വിളിക്കുമ്പോൾ അവരുടെ പാർട്ടി ഭാരവാഹികൾ മുദ്രാവാക്യം വിളിച്ചും ആനയിച്ചുമാണ് സ്റ്റേജിലേക്ക് പറഞ്ഞയച്ചത്. പല സ്ഥാനാർത്ഥികളും ദൈവനാമത്തിലും അല്ലാഹുവിൻ്റെ നാമത്തിലും സത്യപ്രതിജ്ഞ നടത്തി. 3 മുന്നണികളുടെയും ആയിരക്കണക്കിന് പ്രവർത്തകരാണ് സാക്ഷ്യം വഹിച്ചത്. പാർട്ടി നേതാക്കളായ MP കുഞ്ഞിക്കോയ തങ്ങൾ, പ്രകാശ് മാസ്റ്റർ, കൃഷ്ണദാസ്, KM ബക്കർ എന്നിവർ സംസാരിച്ചു. ഉപഭരണാധികാരിയും മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുമായ EV സഫിയ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, STV. കുത്തന്നൂർ പഞ്ചായത്തിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിന് വൻ ജനാവലിയാണ്. കുത്തന്നൂർ പഞ്ചായത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 17 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ കുത്തന്നൂർ C ചിത്ര ഓഡിറ്റോറിയത്തിൽ നടന്നു. വൻ ജനക്കൂട്ടം ചടങ്ങിനെത്തിയിരുന്നു. പഞ്ചായത്തിൽ ചുമതലയുള്ള റിട്ടേണിംഗ് ഓഫീസർ
ആലത്തൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ MJ നിഷ, ഒന്നാം വാർഡിൽ നിന്ന് വിജയിച്ച ഏറ്റവും മുതിർന്ന അംഗമായ NC അപ്പുമാസ്റ്റർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് അപ്പുമാസ്റ്റർ ബാക്കിയുള്ള 16 പേർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 17 വാർഡുകളുള്ള ഇവിടെ 9 വാർഡുകളിൽ വിജയിച്ച കോൺഗ്രസ് ഭരണം നിലനിർത്തി. CPM 7, BJPക്ക് 1 സീറ്റും ലഭിച്ചിട്ടുണ്ട്. പാലക്കാട് വാളയാറിൽ അതിഥിത്തൊഴിലാളിയുടെ ആൾക്കൂട്ട കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഒറ്റപ്പാലത്തെ STPയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. കൊലപാതകികൾ RSS പ്രവർത്തകരും RSSുമായി ബന്ധമുള്ളവരാണെന്നും STPI നേതാക്കൾ ആരോപിച്ചു. ഉത്തരേന്ത്യൻ മോഡൽ ആൾക്കൂട്ട കൊലകൾ കേരളത്തിലേക്കും വരുന്നത് അത്യന്തം അപകടകരമാണെന്നും കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവരെ മുഴുവൻ പേരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും നേതാക്കൾ പറഞ്ഞു. ജോലി തേടി കേരളത്തിലെത്തിയ അതിഥി തൊഴിലാളിയായ ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായൺ ബഗേലിനെ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ചാണ് അക്രമികൾ അതിമൃഗീയമായി കൊന്നുകളഞ്ഞത്. കൊലപാതകികൾ RSS പ്രവർത്തകരും RSSുമായി ബന്ധമുള്ളവരും മുമ്പും ക്രിമിനൽ കേസുകളിൽ പ്രതികളായവരുമാണ്. അതിൽ ചിലർ പാലക്കാട് STPI പ്രവർത്തകൻ സുബൈറിന്റെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളും ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയവരുമാണ്. രാജ്യത്ത് RSS വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ പരിണിതഫലമാണ് ഈ കൊലപാതകം. RSSന്റെ ഉത്തരേന്ത്യൻ മോഡൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾ കേരളത്തിലേക്ക് വരുന്നത് അത്യന്തം അപകടകരമാണ്. ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയായ മുഴുവൻ പേരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും കടുത്ത ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നും STPI നേതാക്കൾ ആവശ്യപ്പെട്ടു. പ്രതിഷേധത്തിന് മണ്ഡലം പ്രസിഡന്റ് മാനു കല്ലടി, വൈസ് പ്രസിഡന്റ് സുബൈർ മദീന, ജോയിന്റ് സെക്രട്ടറിമാരായ ആസിഫ് ഹറക്കൽ, മജീദ് അമ്പലപ്പാറ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഷൊർണൂർ യൂണിറ്റ് കൺവെൻഷൻ ഞായറാഴ്ച കുളപ്പള്ളിയിൽ നടന്നു. AKTA ജില്ലാ വൈസ് പ്രസിഡന്റ് P. ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ മുനിസിപ്പൽ പരിധിയിലെ മുഴുവൻ റോഡുകളും സഞ്ചാരയോഗ്യമാക്കണമെന്ന് കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഷൊർണൂർ യൂണിറ്റ് കൺവെൻഷൻ ഞായറാഴ്ച രാവിലെ കുളപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് P. ശ്രീധരൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ജുഡീഷ്യറിയുടെ കീഴിലാണ് പിന്നെ കാര്യങ്ങൾ, കൊല്ലം ജുഡീഷ്യറിയുടെ കീഴിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അതിന് അകാലത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ നേതൃത്വ പഠന കേന്ദ്രത്തിൽ തൃശ്ശൂർ വെച്ച് നടക്കുന്ന നേതൃത്വ പഠന കേന്ദ്രം. അത് നമ്മുടെ ഏരിയയുടെ ആവശ്യമില്ല, എന്താ വെച്ചാൽ അത് കറക്റ്റായിട്ട് നടത്തുകൊണ്ടാണ്. ഒരു അംഗത്തെ പോലും ഒരു പ്രാവശ്യം അടവ് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കാണിച്ചോ അവരെ നിർബന്ധിച്ചിട്ട് അടപ്പിച്ചുമാണ് നമ്മൾ ഇത് കറക്റ്റായിട്ട് നടത്തി പോകുന്നത്. അസോസിയേഷൻ ഷൊർണൂർ യൂണിറ്റ് പ്രസിഡന്റ് KA തങ്കം അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി T. വിലാസിനി റിപ്പോർട്ടും ട്രഷറർ ബിനിഷ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. മുണ്ടായ യൂണിറ്റ് സെക്രട്ടറി P. പുഷ്പജ, കുളപ്പള്ളി യൂണിറ്റ് സെക്രട്ടറി പ്രചോദ് തുടങ്ങിയവർ സംസാരിച്ചു. കൺവെൻഷനിൽ പ്രമേയാവതരണമുണ്ടായി. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ റോഡുകളും സഞ്ചാരയോഗ്യമാക്കുക, ഗ്യാസ് സബ്സിഡി പുനഃസ്ഥാപിക്കുക, വർദ്ധിപ്പിച്ച നികുതികൾ പിൻവലിക്കുക, വെട്ടിക്കുറച്ച പെൻഷൻ പുനഃസ്ഥാപിക്കുക, മുടങ്ങിക്കിടന്ന പ്രസവാനുകൂല്യം ഉടൻ വിതരണം ചെയ്യുക, കുതിച്ചുയരുന്ന വിലക്കയറ്റം നിയന്ത്രിക്കുക. ഈ 6 ആവശ്യങ്ങളും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളോട് അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ക്രിസ്തുമസിനെയും പുതുവത്സരത്തെയും വരവേൽക്കാൻ വിവിധ ഉത്സവ കമ്മിറ്റികളും പൗരാവലിയും മതരാഷ്ട്രീയ വ്യാപാര സമൂഹവും ക്രൈസ്തവ കൂട്ടായ്മയും സാംസ്കാരിക രംഗത്തെ പ്രമുഖരും വടക്കാഞ്ചേരി നഗരസഭയുടെയും നേതൃത്വത്തിൽ നദാലെ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി നഗരത്തെ ആവേശഭരിതമാക്കി ഫെസ്റ്റിൽ 200-ൽ പരം പാപ്പാമാരാണ് അണിനിരന്നത്. ഇന്ന് നമ്മുടെ പട്ടണത്തെ എല്ലാ അർത്ഥത്തിലും നയന മനോഹരമായി നാം ഈ ഘോഷയാത്ര സംഘടിപ്പിക്കുന്നത്. നത്താലെ ഫെസ്റ്റ് വടക്കാഞ്ചേരിയിലെ എല്ലാ വിഭാഗവും ഏറ്റെടുത്തിരിക്കുന്നു. നമ്മളിന്ന് CSI പള്ളി അങ്കണത്തിൽ നിന്ന് ആരംഭിക്കുമ്പോൾ ഓർത്തഡോക്സ് വിഭാഗവും അതുപോലെ തന്നെ അപ്പുറത്ത് മലങ്കര പിന്നെ വിഭാഗവും എല്ലാവരും, പിന്നെ ഇവിടുത്തെ വ്യാപാരി സമൂഹം, മുനിസിപ്പാലിറ്റി, പിന്നെ പൂര കമ്മിറ്റികള്, ഉത്സവ കമ്മിറ്റികൾ എല്ലാവരും ചേർന്ന് എല്ലാവരെയും ഒത്തൊരുമിച്ച് അണിനിരത്താൻ ഈ പിന്നെ നത്താലെ ഫെസ്റ്റിന് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രാധാന്യം. അതിന് നേതൃത്വം കൊടുത്ത നമ്മുടെ ഫൊറോന പള്ളിയിലെ വികാരിയച്ഛൻ കഴിഞ്ഞ 2 ഘട്ടങ്ങളിലായി വർഗീസ് തരകനച്ഛന്റെ നേതൃത്വത്തില് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട്, ഒരുപക്ഷെ വടക്കാഞ്ചേരിയിലെ നമുക്കറിയാം എക്സിബിഷൻ ഉണ്ട്. വടക്കാഞ്ചേരിയിലെ എല്ലാ ഉത്സവങ്ങളെയും എല്ലാ പരിപാടികളെയും ആ നിലയിൽ തന്നെ ഏറ്റെടുക്കുന്ന ഉത്രാളിക്കാവ് പൂരത്തിന്റെ ഭാഗമായിട്ടുള്ള എക്സിബിഷൻ ഉൾപ്പെടെയുള്ള എല്ലാ ആഘോഷങ്ങളെയും, ഓണം വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി വളരെ ഗംഭീരമായി ആഘോഷിക്കുന്ന എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന
എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഈ നത്താലെ ഫെസ്റ്റിന് എല്ലാവരുടെയും അനുമതിയോടുകൂടി ഫ്ലാഗ് ഓഫ് നിർവഹിച്ചതായി അറിയിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഓട്ടുപാറ CSI പള്ളി പരിസരത്ത് നിന്നും ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്ര സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഫ്ലാഗ് ഓഫ് ചെയ്തു. നിശ്ചല ദൃശ്യങ്ങളും വാദ്യമേളകളും സംഗീതവും കാണികൾക്കായി നല്ല ദൃശ്യവിരുന്നൊരുക്കി. സംഗീത താളത്തിനൊത്ത് 200-ൽ പരം ക്രിസ്തുമസ് പാപ്പാമാർ നൃത്തം ചെയ്തു. സാന്റോക്ലോസ്മാർ ഘോഷയാത്രയിൽ മധുരവും സമ്മാനങ്ങളും വിതരണം ചെയ്തു. കുട്ടികളുടെ സൈക്കിൾ റാലിയും മാലാഖ വേഷമണിഞ്ഞ കുഞ്ഞുങ്ങളും നവ്യാനുഭവമായി. കുട്ടികളും മുതിർന്നവരുമായി ആയിരങ്ങൾ അണിനിരന്നു. വടക്കാഞ്ചേരി ഫറോന പള്ളിയിൽ എത്തിയ സാംസ്കാരിക ഘോഷയാത്രയുടെ സമാപന സമ്മേളനം K. രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ ഫാദർ വർഗീസ് തരകൻ അധ്യക്ഷത വഹിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA മുഖ്യപ്രഭാഷണം നടത്തി. മെൽബൺ രൂപത മുൻ മെത്രാൻ മാർ ബോസ്കോ പുത്തൂർ ക്രിസ്മസ് സന്ദേശം നൽകി. കാരുണ്യസ്പർശ പദ്ധതി ഉദ്ഘാടനം PN സുരേന്ദ്രൻ നിർവഹിച്ചു. കൗൺസിലർ സിന്ധു സുബ്രഹ്മണ്യൻ നദാലിയ കിറ്റ് വിതരണം ചെയ്തു. ഓട്ടുപാറ CSI ചർച്ച് കൊയർ കരോൾ ഗാനം ആലപിച്ചു. PN വൈശാഖ്, V. സുരേഷ് കുമാർ, PN ഗോകുലൻ, അജീഷ് കർക്കിടകത്ത്, ജോണി തൈക്കാട്ടിൽ, ഫ്രാൻസിസ് വടക്കൻ എന്നിവർ സംസാരിച്ചു. ഫാദർ തോമസ് ചാണ്ടി, ഫാദർ സാബു ചെറിയാൻ, ജോയ് ചിറ്റിലപ്പള്ളി, PL ബസി, അബ്രഹാം മണ്ടമ്പാൽ, പോൾ P. രാമനാട്ട് എന്നിവർ നേതൃത്വം നൽകി. അജിത് കുമാർ മല്ലയ്യ സ്വാഗതവും ഫ്രാൻസിസ് ലൂവിസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മണ്ണൂരിൽ മുസ്ലിം ലീഗിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിച്ച് 3 സീറ്റ് നേടിക്കൊടുത്ത വനിതാ ലീഗ് നേതാവ് CH ഹസീനയ്ക്ക് മുസ്ലിം ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആദരം. ജനറൽ സെക്രട്ടറി VM അൻവർ സാദിഖ് ഉപഹാരം സമ്മാനിച്ചു. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ ഒരു 10 വർഷത്തിലധികമായി രാഷ്ട്രീയ രംഗത്ത് നിറസാന്നിധ്യമായി നിൽക്കുന്ന ഒരു മഹിളാരത്നമാണ് ഹസീന CH. കഴിഞ്ഞ തവണ 11ാം വാർഡിൽ അത് 10ാം വാർഡായിരുന്ന സമയത്ത് പ്രജില ടീച്ചറെ വിജയിപ്പിക്കുന്നതിലും മുഖ്യ പങ്ക് വഹിക്കുകയും അന്ന് അങ്ങോട്ട് സ്ത്രീകളെ ഏകോപിപ്പിക്കുന്നതിൽ വനിതാ ലീഗിന്റെ മണ്ണൂർ പഞ്ചായത്തിലെ മുഖമായി മാറിയ ഹസീന CHനെ പാർട്ടി പല അംഗീകാരങ്ങൾ കൊടുക്കുമ്പോഴും അവർ സ്ഥാനങ്ങൾക്ക് അപ്പുറം പാർട്ടിയെ സ്നേഹിക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ ഒരു വ്യക്തിത്വമാണ്. മുസ്ലിം ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആദരവ്. നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി VM അൻവർ സാദിഖ് ഹസീനയ്ക്ക് ഉപഹാരം കൈമാറി. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളും പഞ്ചായത്ത് അംഗങ്ങളായ സബിത മുനീർ, ധന്യ കൃഷ്ണദാസ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വെൽഫെയർ പാർട്ടി വിട്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തിയ KP ചാമുണ്ണിക്ക് മങ്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗം DCC ജനറൽ സെക്രട്ടറി MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല ലീഡറുമായി അടുത്ത ബന്ധം തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിൽ അതിൻ്റെതായ ഗുണങ്ങളും കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എന്നെ മണ്ഡലം പ്രസിഡന്റ് ആക്കിയത് ഒരു പക്ഷേ ഈ വീട്ടിൽ വെച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു. അതേപോലെ തന്നെ ഒരു നിയോഗം പോലെ ഇന്ന് ചാമുണ്ണിയേട്ടൻ ഈ തറവാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ മകൻ മങ്കര ഗ്രാമപഞ്ചായത്തിന്റെ ജനപ്രതിനിധി ആകുന്നു എന്ന് കാണുന്നതിൽ നമുക്കൊക്കെ അതിയായ സന്തോഷമുണ്ട്. മങ്കര ഗ്രാമപഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥിയായി വിജയിച്ച സന്തോഷും സത്യപ്രതിജ്ഞ ചടങ്ങിന് മുൻപ് അച്ഛൻ ചാമുണ്ണിയുടെ അനുഗ്രഹം തേടി. KP ചാമുണ്ണി മകൻ സന്തോഷിന് ഷാളിട്ട് ആശീർവാദം നൽകി. മാങ്കുറിശ്ശിയിൽ നടന്ന സ്വീകരണ യോഗം ജില്ലാ സെക്രട്ടറി MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അച്യുതൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C. വിനയൻ, ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. KP ചാമുണ്ണി സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. 4 നൂറ്റാണ്ടിലേറെയായി വെൽഫെയർ പാർട്ടി പ്രവർത്തകനും ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിനെതിരെ വെൽഫെയർ പാർട്ടിയുടെ ചില പ്രാദേശിക നേതാക്കൾ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിച്ചിരുന്നു. ഇക്കാര്യത്തിൽ അതിർത്തി രേഖപ്പെടുത്തിയാണ് കോൺഗ്രസിലേക്ക് തന്നെ മടങ്ങിയതെന്ന് ചാമുണ്ണി പറയുന്നു. നിരവധി നേതാക്കളും പ്രവർത്തകരും ചാമുണ്ണിയെ സ്വീകരിക്കാൻ എത്തി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വള്ളത്തോൾ നഗർ മേലെ വെട്ടിക്കാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ വലിയ ഹുളാരി അവരുടെ ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് അഹല്യ കണ്ണാശുപത്രിയുമായി സഹകരണത്തോടെ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. സമസ്ത കേന്ദ്ര മുസാവർ അംഗം മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. മഹാനവറുകളുടെ ഉറൂസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ആദ്യത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അഥവാ കണ്ണു പരിശോധന ക്യാമ്പ്. അത് അഹല്യ എന്ന ആ കമ്പനി ഓരോ വകയായിട്ടാണ് നടത്തുന്നത്. അവരോട് അതിനുവേണ്ടി എത്തിയിട്ടുണ്ട്.
ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംവിധാനങ്ങളൊക്കെ ദിവസവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ആത്മീയ സമ്മേളനം, അതുപോലെ അജ്മീർ ഉറൂസ്, അതുമായി ബന്ധപ്പെട്ട് അന്നദാനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. സയ്യിദ് സാദിഖ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു. നജീബുദ്ദീൻ തങ്ങൾ, തോന്നൂർക്കര, മുസ്തഫ കമാൽ സഖാഫി, ചെറുതുരുത്തി, ചെയർമാൻ KS മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. കോർഡിനേറ്റർ MS മുഹമ്മദ് സ്വാഗതവും കൺവീനർ ഹംസ മലബാർ നന്ദിയും പറഞ്ഞു. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കല്ലിപ്പാടം കവളപ്പാറ ഇരട്ടമ്പലം ശിവക്ഷേത്രത്തിൽ 7ാമത് ശ്രീമദ് ഭാഗവത സപ്താഹത്തിന് സമാപനം. ഡിസംബർ 14 തുടങ്ങിവെച്ച യജ്ഞമാണ് ഞായറാഴ്ച സമാപിച്ചത്. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കവളപ്പാറ ഇരട്ടമ്പലം ശിവക്ഷേത്രത്തിൽ ഡിസംബർ 14 തുടങ്ങിവെച്ച 7ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിനാണ് 21 ഞായറാഴ്ച സമാപനമായത്. രാവിലെ ക്ഷേത്രാചാര ചടങ്ങുകൾ പതിവ് പോലെ നടന്നു. തുടർന്ന് ഭാഗവത പാരായണം തുടർച്ചയുണ്ടായി. മാർക്കണ്ഡേയ ചരിതം, ഭാഗവത സംഗ്രഹം, മോക്ഷലബ്ധി, പാപമോചനം തുടങ്ങിയവയിലായിരുന്നു പാരായണം. ബ്രഹ്മശ്രീ എരുമയൂർ മുരളിയായിരുന്നു യജ്ഞാചാര്യൻ. ബ്രഹ്മശ്രീ കല്ലായി വിഷ്ണു നമ്പൂതിരി, ബ്രഹ്മശ്രീ തലപ്പണ പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ സഹ ആചാര്യന്മാരുമായിരുന്നു. യജ്ഞത്തിൻ്റെ ഭാഗമായി വാദ്യമേളത്തിൻ്റെയും താലത്തിൻ്റെയും അകമ്പടിയോടുകൂടി ആറാട്ട് എഴുന്നള്ളിപ്പുമുണ്ടായി. അവഭൃത സ്നാനം, ഭാഗവത സമർപ്പണം, ആരതി, യജ്ഞപ്രസാദ വിതരണം എന്നിവയുമുണ്ടായി. നിരവധി ഭക്തർ സപ്താഹയജ്ഞത്തിന്റെ സമാപന ചടങ്ങിലും അന്നദാനത്തിലും പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഇനി മാറ്റിൽ നോക്കാം. ശബരിമല SITയുടെ അന്വേഷണം പൂർണ്ണ തൃപ്തികരമല്ലെന്ന് കോടതി. വൻകിട ചാക്കുകൾ ഇനിയും കുടുങ്ങാനുണ്ടെന്നും കോടതി കണ്ടെത്തിയിരിക്കുന്നു. താങ്കൾ ഈ വിഷയത്തെ എങ്ങനെ വിലയിരുത്തുന്നു? മാറ്റിലേക്ക് ലഭിച്ച പ്രതികരണങ്ങൾ നോക്കാം. അല്ലാന്ന് കോടതി പറയാൻ പ്രധാന കാരണം SIT അന്വേഷണം നടന്ന് വളരെ സ്ലോവിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. സ്വർണം പിടിക്കുകയും സ്വർണത്തിൽ ബന്ധപ്പെട്ട കണ്ണികളെ മുഴുവൻ പിടിക്കുകയും ചെയ്ത് അവരെ അറസ്റ്റ് ചെയ്യാൻ ഹൈക്കോടതി വളരെ ശക്തമായ ഒരു നിലപാടെടുക്കേണ്ടി വന്നു. ഇപ്പോൾ സ്വർണം വാങ്ങിയവനെയും അതുപോലെ തന്നെ സ്വർണം വേർതിരിച്ചെടുത്തവനെയും ഹൈക്കോടതിയുടെ ഈ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അടുത്ത ദിവസമാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ തീർച്ചയായും ഇതിൽ താപ്പാനകളായ നിരവധി ആൾക്കാർ, എല്ലാവിധ മേഖലകളിലെയും ആൾക്കാർ ഉണ്ട്. വിദേശ കരങ്ങൾ ഓടി ചെറിയ കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണ് കോടതി പ്രാദേശിക സർക്കാരായാലും ശരി, കേന്ദ്ര സർക്കാരായാലും ശരി, ആരും ഇതിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞിട്ടാണ് SIT അന്വേഷണത്തെ കൃഷിയില്ല എന്ന് പറഞ്ഞ് ED അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. ED അന്വേഷണം ഏറ്റെടുത്താലും എൻ്റെ അഭിപ്രായത്തിൽ അത് രാഷ്ട്രീയ സമവാക്യങ്ങളിൽ ഒതുങ്ങി നമ്മുടെ നാട്ടിനെ ചതിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും എന്നാണ് എൻ്റെ ധാരണ. ശബരിമല സ്വർണ്ണപ്പാളികൾ കടത്തിയ കേസിൽ SIT നടത്തുന്ന അന്വേഷണം പൂർണ്ണ പരാജയമാണ്. അതിൻ്റെ തെളിവ് കൂടെയാണ് ഹൈക്കോടതി നടത്തിയ ശക്തമായ വിമർശനം. അന്വേഷണം പത്മകുമാറിൽ ഒതുങ്ങിയതും കൂടുതൽ പ്രമുഖരിലേക്ക് അന്വേഷണം എത്താത്തതും SITയുടെ അന്വേഷണം പരാജയമാണ് എന്നതിൻ്റെ മറ്റൊരു തെളിവാണ്. ബോർഡിലെ മറ്റ് അംഗങ്ങളുടെ ജാമ്യം തടഞ്ഞതും അന്വേഷണം EDയെ ഏൽപ്പിച്ചതും അന്വേഷണം തൃപ്തികരമല്ല എന്നത് ഹൈക്കോടതിക്കും ബോധ്യമായിട്ടുള്ളതാണ്. മുരാരി ബാബുവും വാസുവും KS ബൈജുവും അറസ്റ്റിലായാൽ മാത്രമേ അന്വേഷണം ശരിയായ ദിശയിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ളതുകൂടെയാണ് യാഥാർത്ഥ്യം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് അതത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നടന്നു. ഷൊർണൂർ നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 35 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രൗഢഗംഭീരമായ സദസ്സിനെ സാക്ഷി നിർത്തി പാലക്കാട് നഗരസഭ സത്യപ്രതിജ്ഞ. ചിറ്റൂർ തത്തമംഗലത്തെ ആദ്യ ചെയർമാനും മുൻ MLAയുമായ K. അച്യുതന്റെ അനുഗ്രഹം വാങ്ങി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത്, ഒറ്റപ്പാലം നഗരസഭ, വാണിയംകുളം, അനങ്ങനടി, ലക്കിടി, പേരൂർ, അമ്പലപ്പാറ, മുള്ളൂർക്കര, ഓങ്ങല്ലൂർ, പുത്തന്നൂർ പഞ്ചായത്തുകളിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വൻ ജനാവലി. പാലക്കാട് വാളയാറിൽ അതിഥി തൊഴിലാളിയുടെ ആൾക്കൂട്ട കൊലപാതകത്തിൽ പ്രതിഷേധിച്ച ഒറ്റപ്പാലത്തെ SDPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം. കൊലപാതകികൾ RSS പ്രവർത്തകരും RSSുമായി ബന്ധമുള്ളവരെന്നും നേതാക്കൾ. ഉത്തരേന്ത്യൻ മോഡൽ ആൾക്കൂട്ട കൊലകൾ കേരളത്തിലേക്കും വരുന്നത് അത്യന്തം അപകടകരമാണെന്നും കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും നേതാക്കൾ.
ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഷൊർണൂർ യൂണിറ്റ് കൺവെൻഷൻ കുളപ്പുള്ളിയിൽ ചേർന്നു. ഷൊർണൂർ മുനിസിപ്പൽ പരിധിയിലെ മുഴുവൻ റോഡുകളും സഞ്ചാരയോഗ്യമാക്കണമെന്ന് കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഗ്യാസ് സബ്സിഡി പുനഃസ്ഥാപിക്കണമെന്നും കുതിച്ചുവരുന്ന വിലക്കയറ്റം നിയന്ത്രിക്കണമെന്നും ആവശ്യം. വടക്കാഞ്ചേരി നഗരത്തെ ആവേശഭരിതമാക്കി നതാലെ ഫെസ്റ്റ്. ഫെസ്റ്റിൽ അണിനിരന്നത് 200-ലേറെ പാപ്പാമാർ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.